16ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ചെറിയൊരു ചടങ്ങുണ്ട്. ഇന്ന് 16ാമത്തെ ദിവസത്തിലെ മെയിൻ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പൂർവികർക്ക് കൊടുക്കാൻ വേണ്ടി കല്യാണ പെണ്ണ് തന്നെ എടുത്തിട്ട് പോകണം. കല്യാണ പെണ്ണിൻ്റെ കൈകൊണ്ട് കൊടുക്കണം എന്നാണ്. കല്യാണ പെണ്ണിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് പൂർവികർക്ക് കൊടുക്കണം എന്നാണ്. അപ്പോൾ അതാ കണ്ട സാരിയൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഫുൾ മറച്ചിട്ടാണ് പെൺകുട്ടി ബാക്കിലേക്ക് വരുന്നത്. ആ കുട്ടി ഗ്ലാസ് ഇതായിപ്പെട്ടത് അത് ഈ സാണതുക്കിൽ വെള്ളം വെക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തറവാട്ട് പോകാൻ ഇന്ന് ചെറിയൊരു പരിപാടിയുണ്ട്. പരിപാടി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് 16ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ചെറിയൊരു ചടങ്ങുണ്ട്. വേറെ ആരുമില്ല, നമ്മൾ ഫാമിലി, കൊച്ചച്ഛനും കുഞ്ഞമ്മയും വലിയ കൊച്ചച്ഛനും അവർ മാത്രം. പിന്നെ വെളിയിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഞാൻ മാത്രമാണ്, തറവാട്ടിലേക്ക് ഞാൻ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു പരിപാടിയാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മളന്ന് ഈ മൺകുളമൊക്കെ ഇങ്ങനെ കുറേ വെച്ചിട്ടില്ല, അതിൻ്റെ അടിയിലൊക്കെ അരി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മൺകുടത്തിൻ്റെ ഉള്ളിലും അരി ഇട്ടിട്ടുണ്ട്. അതൊരു ചടങ്ങാണ്. അപ്പോൾ ആ അരിയിൽ തേങ്ങയും പാലും ഒക്കെ ഇട്ടിട്ട് ഒരു പായസം പോലെ ഉണ്ടാക്കും. അപ്പോൾ അത് അവരുടെ ഒരു ചെറിയൊരു ചടങ്ങാണ്. 16ൻ്റെ അന്നാണ് അവർ ആ അരി എടുത്തിട്ട് പായസം വെച്ചിട്ട് എല്ലാവരും കുടിക്കുന്നത്, ആ കുടുംബത്തിലുള്ളവർ. അപ്പോൾ എല്ലാ പരിപാടിക്കും ഞാൻ സാധാരണ പോകലുള്ളതാണ്. അപ്പോൾ ഞാൻ തറവാട്ടിലേക്ക് പോവുകയാണ്. നമ്മളെ സോളമംഗലയിലെ വിശേഷം കാണാൻ. വലിയ ആർഭാടം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ അരി എടുത്ത് ഭക്ഷണം വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകാം തറവാട്ടിലേക്ക്. ഞാൻ വരുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞമ്മ അത് അടുപ്പത്ത് ആക്കിയിട്ടുണ്ട്. പായസം വേവിക്കുകയാണ്. പായസം എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് തേങ്ങ അധികം ഇടും, പാലൊഴിക്കും, പഞ്ചസാര ഇടും, കുറച്ച് ചെറുപയറും ഇടും. അതാണ് ഈ കറുത്ത് കാണുന്നത്. ചെറുപയറും ഒരു പിടി ഇടും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഒഡീഷയിലെ എല്ലാ വിശേഷപ്പെട്ട കാര്യങ്ങൾക്കും എല്ലാ ഫാമിലിയും വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഈ സംഭവം. ഇത് കുറച്ചും കൂടി നന്നായിട്ട് കുറുകി വരും. ഒരു തേങ്ങാച്ചോറ്, വറ്റിച്ച ചോറ് പോലെയൊക്കെ ഉണ്ടാവും. തേങ്ങയൊക്കെ കുറേ ഇട്ടിട്ടുണ്ടാവും. ഒരു തേങ്ങയൊക്കെ ഒന്നോ രണ്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വരുമ്പോഴേക്ക് ഇതായിപ്പോയി. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഞാൻ കാണിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മ അതെല്ലാം ആക്കിയെടുത്തു. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ കല്യാണ പെണ്ണ് ഇവിടെ ഇരുന്നിട്ട് അൾത്ത ഇടുകയാണ്. എല്ലാവരുടെ കാലിലും ഇടണം. പക്ഷേ ഇളയ കുഞ്ഞമ്മേൻ്റെ ഇട്ടിട്ട് ഞങ്ങളുടെ എല്ലാവരും ഇട്ട് വന്നു. എന്നിട്ട് അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കിച്ചടിയും ഡാൽമയും ഭഗവാന്റെ മുന്നിൽ പ്രസാദിക്കാൻ വെക്കുകയാണ്. ഈ റൂമിൽ ആ മൂലയ്ക്ക് വെച്ചിട്ടുണ്ടായില്ലേ, മൺകുടത്തിലും മംഗന ദിവസത്തിലൊക്കെ കണ്ടില്ലേ കല്യാണത്തിൻ്റെ മുമ്പ്, ആ അരിയും പിന്നെ അത് പേരിന് വേണ്ടി ഒരു പിടിയേ ഇടുള്ളൂ. നമ്മളല്ലാതെ വേറെ അരിയും എടുത്തിട്ടാണ് ഇത് വെക്കുന്നത്. എന്നിട്ട് കല്യാണ പെണ്ണ് തന്നെ ഇതെല്ലാം ചെയ്തിട്ട് അവിടെ നിന്ന് നമസ്കരിക്കണം. ഇനി ഇലയിൽ ഈ ആദ്യം വെച്ചിലാക്കാതെ പൂജാ റൂമിൽ വെച്ചിട്ട് പിന്നെ ഇനി പുറത്ത് കൊണ്ടുപോവുകയാണ് പൂർവികർക്ക് കൊടുക്കാൻ വേണ്ടി, പിതൃക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കല്യാണ പെണ്ണ് തന്നെ എടുത്തിട്ട് പോകണം. കല്യാണ പെണ്ണിൻ്റെ കൈകൊണ്ട് കൊടുക്കണം എന്നാണ്. ഇന്ന് 16ാമത്തെ ദിവസത്തിലെ മെയിൻ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. കാരണം ഇന്നത്തെ ദിവസം കല്യാണ പെണ്ണിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് പൂർവികർക്ക് കൊടുക്കണം എന്നാണ്. അപ്പോൾ അതാ കണ്ട സാരിയൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഫുൾ മറച്ചിട്ടാണ് പെൺകുട്ടി ബാക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഇച്ചിരിയേ സ്ഥലമുള്ളൂ ബാക്കിലേക്ക്. അതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ടൊന്ന് നമസ്കരിക്കണം. നമസ്കരിച്ചിട്ട് ഇതൊന്ന് ഫേസ് ഒന്ന് കാണിക്കുന്നു പറഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇത് കല്യാണ പെണ്ണിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷേ കുഞ്ഞമ്മ പറഞ്ഞു വേണ്ട, ചൂടിലിരുന്ന് നീ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കുറേ ഉണ്ടാക്കണമല്ലോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞമ്മ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഏകദേശം പായസമാകാൻ നേരത്ത് നമ്മുടെ കല്യാണ പെണ്ണ് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കൈകൊണ്ട്. കയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കുമ്പോൾ ആ പെൺകുട്ടിയും കൂടി ടച്ച് ചെയ്തല്ലോ, അപ്പോൾ പെൺകുട്ടി ഉണ്ടാക്കിയ പോലെ കരുതും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആരും ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, പെൺകുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടണമെന്ന്. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ അന്ന് കൊണ്ടുവന്ന പൂജാ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ഒന്നും കൂടി എടുത്ത് നോക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെക്കൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് എല്ലാം എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഫുള്ള് ഓട്ടുപാത്രങ്ങളാണ്. ഈ ഓട്ടുപാത്രം ഇത് കണ്ടില്ലേ, വലിയ മുരുട പ്ലേറ്റ്. അപ്പോൾ ഞാനും അതെല്ലാം ഇങ്ങനെ നോക്കുകയാണ്, ഓരോ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ്. പൂജാ സാധനങ്ങളാണ് ഇത് ഫുള്ള്. പൂജയ്ക്ക് ഓരോ പ്രസാദം വെക്കാനുള്ള ഉള്ള ഈ പ്ലേറ്റ്, ഇപ്പോൾ ഗണേശ് പൂജേൻ്റെ അന്നൊക്കെ പ്രസാദം വെക്കാനുള്ള ചെറിയ പ്ലേറ്റുകൾ, വലിയ പ്ലേറ്റുകൾ, പിന്നെ മുരുട, ചെറിയ മുരുട, വലിയ മുരുട. പിന്നെ ഓട്ടുപാത്രത്തിന് പൊതുവേ നല്ല വെയിറ്റുള്ള ഓട്ടുപാത്രം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ഉള്ളതും ഉണ്ട്, വെയിറ്റ് ഇല്ലാത്തതും ഉണ്ട്. 2 സൈസിൽ കിട്ടും കേട്ടോ. ഈ മുരുടിയൊക്കെ നല്ല കനമുള്ളതാണ്, ഭയങ്കര വെയിറ്റ് ഉണ്ട്.
പിന്നെ കട്ടിയില്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ വിളക്ക്, ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കർപ്പൂരം ഒക്കെ കത്തിക്കാനുള്ളതാണിത്. ഇത് സാമ്പ്രാണിത്തിരി കത്തിക്കാനുള്ളത്. ആ കുട്ടി ഗ്ലാസ്സിലെ ആ കുട്ടി ഗ്ലാസ് ഇതായിപ്പെട്ടത് അത് ഈ സാണതുക്കിൽ വെള്ളം വെക്കാനുള്ളത്. എല്ലാ സാധനവും പെൺകുട്ടി കൊണ്ടുവരണം. ഇതാണ് പൂജാ സാധനങ്ങൾക്കുള്ള എല്ലാം കൊണ്ടുവന്നൊക്കെ നമ്മളൊന്ന് എല്ലാം എടുത്ത് വെച്ചതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. പിന്നെ എൻ്റെ മൊബൈൽ സ്റ്റോറേജൊക്കെ ഫുള്ളായതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കല്യാണത്തിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി അടിപൊളി ഒരു വീഡിയോ ആണ്. നമ്മൾ പുരി ജഗന്നാഥിൻ്റെ രഥയാത്രേൻ്റെ വീഡിയോ ആണ്. പുരി ജഗന്നാഥത്തിലെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, വീഡിയോ മറക്കാതെ കണ്ടോളൂ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.